പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു ജലബോംബ് പത്തനംതിട്ട ജില്ലയെ കാത്തിരിപ്പുണ്ട്. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ജലബോംബായി മാറുകയാണ് ചിറ്റാറിലെ കാരിക്കയം ജലവൈദ്യുത പദ്ധതി. കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ ലഘുമേഘ വിസ്ഫോടനത്തിൽ ഡാമിലേക്ക് ജലം കുതിച്ചെത്തി. എന്നാൽ ഡാം തുറന്നുവിടാനോ നാട്ടുകാർ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് പരാതി. ചിറ്റാർ, ചപ്പാത്ത്, ശ്രീകൃഷ്ണപുരം, അതുപോലെ തന്നെ ജ്യോതിസ് നഗർ, മണക്കയം എന്നിവിടങ്ങളിലെ വീടുകളിലേക്ക് ജലം കുതിച്ചു കയറി. വീടുകളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും നാശനഷ്ടം ഏറെ ഉണ്ടായി. ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് ഡാം പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഡാമിന്റെ ലൈസൻസ് പുനഃപരിശോധിക്കണം, ഡാം സേഫ്റ്റി റിപ്പോർട്ട് പുറത്തുവിടണം, ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലാക്കണം, ഹൈക്കോടതി വിധി നടപ്പിലാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 4-ന് രാവിലെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രദേശവാസികളുടെ മാർച്ചും ഉപവാസ സമരവും നടക്കും. ചെറുകിട ജലവൈദ്യുത മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് ഈ ചിറ്റാറിലെ കാരിക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി. അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡ് എന്നും ഇതിന് പേരുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന അമർ സിംഗ്, അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയ ബച്ചൻ, നടിയും എംപിയുമായിരുന്ന ജയപ്രദ എന്നിവരുടെ നേതൃത്വത്തിലാണ് എനർജി ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് രൂപീകരിച്ച് കാരിക്കയം പദ്ധതി ആരംഭിച്ചത്. KSEBക്ക് വൈദ്യുതി നൽകുന്ന പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഇത്. ചിറ്റാർ പഞ്ചായത്തിലെ ഈ കാരിക്കയത്ത് പമ്പാ നദിയുടെ പ്രധാന പോഷക നദിയായ ഈ കക്കാട്ടാറിന് കുറുകെ ഡാം നിർമ്മിച്ചാണ് വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്നത്. 5 മെഗാവാൾട്ട് ശേഷിയുള്ള 3 ടർബൈനുകൾ 15 മെഗാവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിവർഷം ശരാശരി 70.24 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ മാതൃകാ പദ്ധതിയായി വിഭാവനം ചെയ്തതാണെങ്കിലും കാരിക്കയം EDCL പദ്ധതി നിരന്തരം വിവാദങ്ങളിലും പ്രാദേശിക പ്രതിഷേധങ്ങളിലുമാണുള്ളത്. മഴക്കാലത്ത് അണക്കെട്ടിലെ ജലനിരപ്പ് അനിയന്ത്രിതമായി ഉയർത്തുന്നത് കാരണം സമീപ പ്രദേശങ്ങളായ ഈ മണക്കയം, പാമ്പിനി ഭാഗങ്ങളിലെ ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിലാകുന്നു എന്ന പരാതി ജനങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നു. ജനറേറ്ററുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോഴോ വെള്ളം പൂർണ്ണമായി തിരിച്ചുവിടുമ്പോഴോ താഴ്ന്ന പ്രദേശങ്ങളിൽ പുഴ വറ്റിവരണ്ട കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തപ്പോൾ ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം പൂർണ്ണമായി ലഭിച്ചില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി തകർച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ചെറുകിട അണക്കെട്ടുകളുടെ പ്രവർത്തനം സുതാര്യമാക്കണമെന്ന ആവശ്യം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ശക്തമാക്കുകയാണ്.